ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനൊന്ന് മനസ്സ് വെച്ചാൽ അടുത്ത നിമിഷം മുതൽ നിങ്ങളൊരു കൊലക്കേസിലെ പ്രതിയാണ്. ഇപ്പൊ എന്ത് പറയുന്നു? തെളിവുകൾ സംസാരിക്കുമ്പോൾ ഒരു കുറ്റവാളിക്കും മറുപടി കിട്ടില്ല മാഡം. തെളിവുകളെല്ലാം നിങ്ങൾക്കെതിരായി കഴിഞ്ഞു. പക്ഷേ ഒരു ലാസ്റ്റ് ചാൻസ് ഇപ്പോഴും മാഡത്തിന് മുന്നിലുണ്ട്. എന്തു വേണോന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ശരി, ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. സോ നമുക്കിനി ഡീല് സംസാരിക്കാം. ഒരു പാലവിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണല്ലോ. ഒറ്റ ചോദ്യം, ഹൗ മച്ച് ഡു യു വാണ്ട്? എന്താ ചിരിച്ചത്? നമുക്കിടയിലുള്ള ഇടപാട് ഏതെങ്കിലും പച്ച നോട്ടുകളിലോ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്ക് ക്രെഡിറ്റ് ആവുന്ന തുകയുടെ മെസ്സേജിൽ അവസാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്താ സാർ ഉദ്ദേശിക്കുന്നത്? ഇതൊരു വൺ ടൈം സെറ്റിൽമെന്റ് ആയിട്ടല്ല മാഡം, ഒരു ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആയിട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലായില്ല. ഇതിലത്രയും മനസ്സിലാക്കാൻ ഒന്നുമില്ല. വെരി സിമ്പിൾ. അവന്തിക അസോസിയേറ്റ്സിന്റെ MD എന്ന സ്ഥാനത്ത് നിന്ന് പിന്നിലേക്ക് നിങ്ങളുടെ ലൈഫിലൂടെ ഞാനൊന്ന് പോയി നോക്കി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ ഡിമാൻഡ് തികച്ചും ന്യായമാണ്. മനസ്സിലായില്ല. അവന്തിക അസോസിയേറ്റിന്റെ ഷെയറുകളിൽ 49% എന്റെയോ ഞാൻ പറയുന്ന ആളുടെ പേരിൽ തരണം. അതാണ് എന്റെ ഡിമാൻഡ്. ഇല്ല, ഇത് നടക്കില്ല. നിങ്ങളെന്താ കരുതിയത്? എന്നെ ഭീഷണിപ്പെടുത്തി എന്റെ കമ്പനിയുടെ ഷെയറുകൾ കൈക്കലാക്കാന്നാണോ? അതിന് മറുപടി ഞാനിപ്പോ പറയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്ന ഡീലിന് വഴങ്ങാതെ കമ്പനിയുടെ 100% ഷെയറും കയ്യിലും വെച്ച് ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കണോ, അതോ കമ്പനിയുടെ MD ആയി ഇവിടെ ചക്രവർത്തിനിയെ പോലെ വിരാജിക്കണോന്ന് മേഡത്തിന് തന്നെ തീരുമാനിക്കാം. അമിതാവേശം കൊണ്ട് എടുത്തുചാടി ഒരു തീരുമാനം എടുക്കാതെ ബുദ്ധിപൂർവ്വം ഒരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എന്റെ കയ്യില് എല്ലാ തെളിവുകളും ഉണ്ട്. ഇനി പ്രതിയെ അറസ്റ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങളെ കൊണ്ടുപോകാനുള്ള വണ്ടി ഈ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട്. ഞാനൊന്ന് മനസ്സ് വെച്ചാൽ അടുത്ത നിമിഷം മുതൽ നിങ്ങളൊരു കൊലക്കേസിലെ പ്രതിയാണ്. ഒരു തരത്തിൽ ഇതെനിക്ക് വളരെ റിസ്ക്കാണ്. നാളൊരു കാലത്ത് ഇതൊക്കെ ആരെങ്കിലും കുഴിതോണ്ടി എടുത്തോണ്ട് വന്നാൽ എന്റെ തൊപ്പി തെറിക്കും. ആജീവനാന്തം ജയിൽവാസവും കിട്ടും. പക്ഷേ അതിനു പകരം നമ്മൾ ഒന്നിച്ചു നിന്നാൽ ലാഭവും നഷ്ടവും റിസ്ക്കും എല്ലാം നമുക്ക് തുല്യമായിരിക്കും.
ഏത് പ്രതിസന്ധിയിൽ നിന്നും മേഡത്തിനെ ഞാൻ രക്ഷിച്ചിരിക്കും. എന്റെ പക്കൽ സമയം തീരെ കുറവാണ് മേഡം. സർ, നിങ്ങൾ ഇവിടെ വന്നത് മുതൽ ഈ നിമിഷം വരെ ഞാനുമായി സംസാരിച്ചതെല്ലാം ഫുള്ളി റെക്കോർഡഡ് ആണ്. എന്നെ പൂട്ടാൻ നിങ്ങൾ ശ്രമിച്ചാ നിങ്ങളെയും കൊണ്ടേ ഞാൻ പോവും. എങ്കിലും റിസ്ക് തീരുന്നില്ലല്ലോ. നാളെ ഞാനൊരു കൈക്കൂലിക്കാരനാണെന്ന് വന്നേക്കാം. പക്ഷേ മേഡം കൊലക്കേസിൽ നിന്നും രക്ഷപ്പെടുന്നില്ലല്ലോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും 49% ഷെയർസ് നിങ്ങളുടെ പേര് തരാൻ പറ്റില്ല. ശരി, ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. പിന്നെ എത്ര തരും? മാന്യമായൊരു ഓഫർ. അതിൽ കുറഞ്ഞൊന്നിനും ഞാൻ തയ്യാറാകൂല. ശരി, ഞാനൊരു മാന്യമായ ഓഫർ പറയാം. 30%. അവന്തിക അസോസിയേറ്റ്സിന്റെ 30% ഷെയർ ഞാൻ നിങ്ങളുടെ പേരിൽ എഴുതി തരാം. എന്റെ റിസ്കിന് അത് പോരാത്തതാണ്. എന്നാലും ഞാൻ അതിന് സമ്മതിക്കുന്നു. കൈപിടിക്കാൻ വരട്ടെ സാറേ. അങ്ങനെ വെറുതെ സമ്മതിച്ചാൽ മാത്രം പോരല്ലോ. അതിന് എനിക്കൊരു കണ്ടീഷൻ കൂടിയുണ്ട്. എന്ത് കണ്ടീഷൻ? പറയാം. അതുകൂടി സമ്മതിച്ചാൽ ഇന്ന് തന്നെ ഷെയറുകൾ കൈമാറുന്നത് സംബന്ധിച്ച് നമുക്കൊരു ധാരണയാകാം. ഞാൻ എന്താ വേണ്ടെന്ന് പറയൂ. പറയാം. തക്കലയിലെ മുരുകന്റെയും കനിമൊഴിയുടെയും കേസ് അങ്ങ് വിട്ടേക്ക്. അതിൽ പിടിച്ചു തൂങ്ങേണ്ടത് തമിഴ്നാട് പോലീസാ. അതീ കടലില് കായം കലക്കിയ പോലെ. പക്ഷെ എന്റെ അമ്മാവന്റെ കേസ്, അതിന് മറ്റൊരു പ്രതിയെ കണ്ടെത്തിയേ തീരൂ. രാജീവ് പറഞ്ഞതുപോലെ നാളെ നിങ്ങൾക്ക് അതൊരു പ്രമോഷന്റെ സാധ്യത കൂടിയാ. ഒരു ഡിവൈഎസ്പിയുടെ പദവി ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യാം. ആ കൂട്ടത്തിൽ കേസ് ക്ലോസ് ആയെന്ന് എനിക്ക് എന്റേതായ ഒരു ഉറപ്പും കിട്ടണം. എന്ന് പറഞ്ഞാൽ നാളെ ഇതിന്റെ പേരിൽ എന്നെ അന്വേഷിച്ച് ഒരു രാജീവും വരരുത്. എന്താ, പറ്റുമോ? ഇത്രയും പണം മുടക്കുമ്പോ എനിക്ക് അത്രയെങ്കിലും ഒരു ഉറപ്പ് കിട്ടണ്ടേ രാജീവ് സാറേ? അതിന് ഞാനെന്ത് വേണമെന്നാ പറയുന്നത്? എന്റെ അമ്മാവനെ കൊന്ന കേസിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യണ്ടേ?